തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ലക്ഷ്യം വച്ചുള്ള കഠിന പ്രയത്നത്തിലാണ് പത്തനംതിട്ട കുന്നത്താനം ഗ്രാമപഞ്ചായത്തിൽ എൻ.ഡി.എ മുന്നണി. ഗ്രാമത്തിലെ ജനകീയ വിഷയങ്ങൾ മുൻനിർത്തിയാണ് സ്ഥാനാർത്ഥികളുടെ പ്രചരണം. എൻ.ഡി.എ സ്ഥാനാർത്ഥികൾക്കൊപ്പം ഗോകുൽ രമേശ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ജില്ലയിൽ കുന്നന്താനം പഞ്ചായത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റത്തിനൊരുങ്ങുകയാണ് ബി.ജെ.പി. എൻ.ഡി.എ മുന്നണിയുടെ സ്ഥാനാർത്ഥികളും അതോടൊപ്പം തന്നെ കാര്യകർത്താക്കളും ഒക്കെ നമ്മളോടൊപ്പം ചേരുകയാണ് നിലവിലിപ്പോൾ. ചേച്ചി നമസ്കാരം. എങ്ങനെയാണ് നമ്മുടെ വാർഡിലെ പ്രവർത്തനങ്ങൾ, ജനങ്ങളുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയൊക്കെയാണ്? നല്ല പോസിറ്റീവായിട്ടുള്ള പ്രതികരണം തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഈ പ്രാവശ്യം നല്ല വിശ്വാസമാണ്, ഞങ്ങൾ മുന്നേറും. ഏത് വാർഡിലെ? ഞാൻ വള്ളിക്കാട്, അതായത് കുന്നന്താനം പഞ്ചായത്തിൻ്റെ 1-ാം വാർഡ് വള്ളിക്കാട് വാർഡിലെ സ്ഥാനാർത്ഥിയാണ്. ചേച്ചിയുടെ വാർഡിൽ എങ്ങനെയാണ് പ്രതികരണമൊക്കെ? എൻ്റെ വാർഡ് നല്ല പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നല്ല പോസിറ്റീവായിട്ടാണ് ഇപ്പം വരെ, ഇന്ന് രാവിലെ വരെ ഞാൻ വീട് കയറി എല്ലാവരും നല്ല പോസിറ്റീവായിട്ടാണ് സംസാരിക്കുന്നത്. ജയിക്കും എന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ ഞാൻ 2-ാം വാർഡാണ്. എൻ്റെ പേര് മിനി. ചേട്ടാ, ജനങ്ങൾക്ക് മുൻപാകെ നമ്മൾ വെക്കുന്ന വാഗ്ദാനങ്ങൾ എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ്? തീർച്ചയായും നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഭാരതീയ ജനതാ പാർട്ടി നമ്മൾ ജയിച്ച പഞ്ചായത്തുകൾ അല്ലെങ്കിൽ ഭരിക്കുന്ന പഞ്ചായത്തുകളിലൊക്കെ വളരെയധികം മുന്നേറി. അതായത് പദ്ധതികളുടെ കാര്യത്തിലാണെങ്കിലും വളരെയധികം പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിച്ചു വന്നത്. തൊട്ടടുത്തുള്ള കവിയൂർ പഞ്ചായത്താണെങ്കിൽ തന്നെ വളരെയധികം ഏകദേശം 100-ൽ പരം പദ്ധതികളാണ് നമ്മളവിടെ ചെയ്തിട്ടുള്ളത്. അത് പ്രമാണിച്ച് അവിടെയുള്ള ജാതിമത ഭേദമന്യേ ആൾക്കാരൊക്കെ നമുക്ക് അവിടെ പല സ്ഥലങ്ങളിലും പല വാർഡുകളിലും അംഗൻവാടികൾ കെട്ടാനും അതുപോലുള്ള കാര്യങ്ങൾ പഞ്ചായത്തിന് വേണ്ടി ഫ്രീ ആയിട്ട് സ്ഥലങ്ങൾ നൽകുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ടുള്ളൊരവസ്ഥ ഈ കുന്നന്താനം പഞ്ചായത്തിൻ്റെ എല്ലാ വാർഡുകളും നമ്മൾ ഈ പ്രാവശ്യം കുന്നന്താനം പഞ്ചായത്ത് പിടിക്കാൻ തന്നെയാണ് നമ്മൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ജനങ്ങളുടെ ഒരു പരിപൂർണമായ പ്രവർത്തനം അല്ലെങ്കിൽ നമ്മളോടുള്ള ഒരു പ്രതികരണം എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ളതാണ്. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എല്ലാ ജനങ്ങളും മറ്റുള്ള ജനങ്ങൾ അതായത് സമൂഹ മധ്യത്തിൽ എല്ലാവരെയും കൊണ്ടുവന്ന് ഭാരതീയ ജനതാ പാർട്ടിയിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥികളെ വിജയിക്കാനുള്ള ഒരു പ്രവർത്തനം എനിക്ക് തോന്നുന്നു മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ട്. അത് വളരെ വലിയ രീതിയിലുള്ള ഒരു പോസിറ്റീവ് സൈഡാണ് നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയിരിക്കുന്നത്. പേരും വാർഡും? എൻ്റെ പേര് ടിറ്റു തോമസ് എന്നാണ്. ഞാൻ എൻ.ഡി.എയുടെ സ്ഥാനാർത്ഥിയായിട്ട് ജില്ലാ പഞ്ചായത്തിൽ മല്ലപ്പള്ളി ഡിവിഷനിൽ നിന്നും മത്സരിക്കുകയാണ്. ചേച്ചി, ഇവിടെ ഉള്ള ജനങ്ങളുടെ ജനകീയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അതൊക്കെ കൃത്യമായിട്ട് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ ബി.ജെ.പി? അതെ, തീർച്ചയായിട്ടും. നമ്മൾ കൂടുതലും ഗ്രാമീണ റോഡുകൾ, ഓരോ വീടുകളിലുള്ള ആവശ്യത്തിനുള്ള ജലം എത്തിക്കുന്നത്, അതുപോലെ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ തന്നെ നമുക്ക് നല്ല സപ്പോർട്ടായിട്ട് ഈ കുന്നന്താനം പഞ്ചായത്തും നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തും, ഞാൻ മുക്കൂർ ഡിവിഷനിലും ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. എൻ്റെ പേര് ശൈലമ്മ. അപ്പം നമുക്ക് ഓൾറെഡി എല്ലാവരും നമ്മളോട് പറയുന്നത് ഏറ്റവും മാറ്റങ്ങൾ അനിവാര്യമാണ്. ഏറ്റവും നല്ല ഒരു മാറ്റങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ കുന്നന്താനം ഗ്രാമപഞ്ചായത്തിനും ബ്ലോക്ക് പഞ്ചായത്തിനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാം എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിന് എല്ലാ തരത്തിലുള്ള എല്ലാ സപ്പോർട്ടും ജനങ്ങൾ തരുന്നുണ്ട്. ചേട്ടാ, എന്താണ് ചേട്ടൻ്റെ വാർഡിൽ എങ്ങനെയാണ്? 4-ാം വാർഡിൽ പോസിറ്റീവാണ്. നെഗറ്റീവ് സംഗതി അവിടെ ഇല്ല, പോസിറ്റീവാണ്. നല്ല മൂന്നാമതൊരു കക്ഷി വരണമെന്നുള്ള വളരെ ആത്മാർത്ഥമായിട്ട് അവരും. പേരും കൂടെ കെ.സി. തോമസ്. ഇനി ചേട്ടാ, എൻ്റെ പേര് വിനോദ്. ഞാൻ ബി.ജെ.പിയുടെ 3-ാം വാർഡ് പാലിക്കത്തേട്ടി വാർഡിൻ്റെ സ്ഥാനാർത്ഥിയാണ്. വാർഡിൻ്റെ സമഗ്ര വികസനമാണ് ഈ തവണ നമ്മുടെ ലക്ഷ്യം. പലതര വിഷയങ്ങൾ 15 വർഷമായിട്ട് ഒരു UDF തന്നെ കൈയാളുന്ന ഒരു വാർഡാണ് 3-ാം വാർഡ്. സമഗ്ര മേഖലയിൽ റോഡ് അടക്കമുള്ള മേഖലയിൽ എല്ലാ സ്ഥലത്തും വികസന മുരടിപ്പുള്ള ഒരു വാർഡാണത്. പഞ്ചായത്ത് മുഴുവനും വികസന മുരടിപ്പാണ്. അതോടൊപ്പം വാർഡിൻ്റെ കാര്യം ഞാൻ വാർഡിനെ പ്രതിനിധീകരിക്കുന്നത് പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് ഒരു സമഗ്ര മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നവർ, ഇറങ്ങിയ സ്ഥലങ്ങളെല്ലാം തന്നെ സമഗ്രമായ ഒരു മാറ്റം വേണം, സമൂലമായ മാറ്റം വേണം എന്നുള്ള ജനങ്ങളുടെ ആഗ്രഹമുണ്ട്. അതോടൊപ്പം നിൽക്കാൻ നമ്മൾ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർത്തും പോസിറ്റീവാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ. തീർച്ചയായിട്ടും ആ വാർഡും പഞ്ചായത്തിലെ എല്ലാ വാർഡുകളും ബി.ജെ.പി വിജയിക്കും. ചേച്ചി എങ്ങനെയാണ്? ഞാൻ കുന്നന്താനം പഞ്ചായത്തിലെ 9-ാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ്. ഞാൻ അംഗൻവാടി ടീച്ചറാണ്. അപ്പോൾ മറ്റൊരു വാർഡിലേക്ക് വന്ന് മത്സരിക്കുകയാണ്. എൻ്റെ സ്വയം വാർഡ് വേറെയാണ്. അപ്പോൾ അവിടെ നല്ല പ്രതികരണമാണ്. എല്ലാവരുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ ഒരു സമീപനമാണ് നമുക്കുണ്ടാകുന്നത്. ജയിക്കുമെന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ജയിക്കും. ഇനി സ്ഥാനാർത്ഥികളുണ്ടോ? എൻ്റെ പേര് സിനിമോള്. ഞാൻ 11-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്നു, കുന്നന്താനം പഞ്ചായത്തിൻ്റെ. കുഴപ്പമില്ല, നല്ല പ്രതികരണമാണ് നമുക്ക് കിട്ടുന്ന. വീടുകൾ കയറുമ്പോൾ കുടിവെള്ളം ബുദ്ധിമുട്ടുകൾ ആളുകൾ പറയുന്നു, വഴി മോശമാണെന്ന് പറയുന്നു. ഇതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കാം എന്ന ഉറപ്പോടെ അവർ നമുക്ക് പിൻബലം തരും എന്ന വിശ്വാസത്തിൽ മത്സരിക്കുന്നു. ഇപ്പം കൂടെയുണ്ട് ആളുകൾ. ഞാൻ 7-ാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ്.
നല്ല പ്രതികരണമാണ്, ജനങ്ങളെല്ലാം നമുക്ക് സപ്പോർട്ടാണ്, ജയിക്കുമെന്നൊരു വിശ്വാസമുണ്ട്. ഇതിൻ്റെ പേരുടെ എൻ്റെ പേര് സിന്ധു സുരേഷ് എന്നാണ്. എൻ്റെ പേര് രമ്യ എന്നാണ്. ഞാൻ പുളിന്താനം 6-ാം വാർഡിൽ നിൽക്കുന്നു. എല്ലാവർക്കും നല്ല സപ്പോർട്ടാണ്, ഞങ്ങൾ ജയിക്കും. അങ്ങനെയാണ്. എന്തായാലും ചേട്ടൻ സ്ഥാനാർത്ഥിയാണ്. ഞാൻ കുന്നന്താനം പഞ്ചായത്തിൻ്റെ 12-ാം വാർഡ് മത്സരിക്കുകയാണ്. അവിടെ നേരത്തെ മെമ്പറായിരുന്നത് കോൺഗ്രസ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് 11ഉം 12ഉം. അപ്പോൾ അവർക്കൊരു മാറ്റം വേണമെന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചെന്ന വീടുകളിലൊക്കെ നല്ല പ്രതികരണമാണ്. അതുപോലെ ഇങ്ങോട്ട് കോൺഗ്രസ്സുകാർ പോലും ഇങ്ങോട്ട് വോട്ട് തരാമെന്ന് പറയുന്നുണ്ട്. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് സോമൻ. ഓക്കെ, എന്തായാലും ഒരു സ്ഥാനാർത്ഥി കൂടിയുണ്ട്. എൻ്റെ പേര് രമാദേവി. ഞാൻ 16-ാം വാർഡിലെ പഞ്ചായത്തിലേക്ക് കാൻഡിഡേറ്റാണ്. ഞങ്ങളുടെ വാർഡിലെ എല്ലാവർക്കും കുടിവെള്ളത്തിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടെന്നാണ് എല്ലാവരുടെയും പറച്ചിൽ. ബാക്കിയെല്ലാം നല്ല പോസിറ്റീവായിട്ട് തന്നെ നിൽക്കുന്നു. ആൾക്കാരെല്ലാം നല്ല ഇതാണ് തരുന്നത്. വളരെ നന്ദി. എന്തായാലും ഒരാളിവിടെ ഉണ്ട്. എൻ്റെ പേര് രാകേഷ്. മൈലോൺ 14-ാം വാർഡിലാണ് ഞാൻ മത്സരിക്കുന്നത്. ഇന്നും കൂടെ ഇറങ്ങിയിട്ടാണ് വന്നത്. എല്ലാ പോസിറ്റീവും നല്ല സപ്പോർട്ടും ഉണ്ട് ജനങ്ങൾ. അവർക്ക് എല്ലാവരും പറയുന്നത് യൂത്ത് നയിക്കട്ടെ എന്നാണ് എല്ലാം പറയുന്നത്. മാറ്റം വരണമെന്നാണ് എല്ലാവരും പറയുന്നത്. തീർച്ചയായിട്ടും. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് NDA മുന്നണി കുന്നന്താനം ഗ്രാമപഞ്ചായത്തിലുള്ളത്. ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം വാഗ്ദാനം ചെയ്തുകൊണ്ട് തന്നെയാണ് സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ ജനങ്ങളിലേക്ക് എത്തുന്നത്. എന്തായാലും ജനങ്ങളുടെ ഭാഗത്തു നിന്നും വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് ലഭ്യമാകുന്നതെന്നാണ് സ്ഥാനാർത്ഥികളടക്കമുള്ള ആളുകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയാശംസ നേർന്നുകൊള്ളുകയാണ്. കുന്നന്താനത്ത് നിന്നും അജയൻ നായർക്കൊപ്പം ഗോകുൽ രമേശ്, ജനം.